ഉച്ച കഴിഞ്ഞ് പാലയെന്ന് വിളിച്ചാണ് ഒരാൾ വെള്ളത്തിൽ ഇതേപോലെ ഒരു മാല കളഞ്ഞു പോയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൊച്ച് പോക്കറ്റിൽ കല്ലും മാലെല്ലാം അവിടെ ഒരുമിച്ചിട്ടിരുന്നതാണ്. കൊച്ചിന് അറിയാൻ മേലായിരുന്നു, പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് ആറ്റോട് വലിച്ചെറിഞ്ഞതാണ്. ഏകദേശം ഒരു 3 പവൻ മാലയുണ്ട്. അത് ഏതായാലും ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം കൊണ്ട് കിട്ടിയിട്ടുണ്ട്. മാല അവർ കൈമാറുവാണ്. പാലായെന്ന് പാലായിലുള്ളവരാണ്. അവർക്ക് അമ്മച്ചിടല്ലേ. ഈ ടീമിനെ എനിക്ക് നേരത്തെ തന്നെ അറിയാം. ഞാൻ ഇവിടുത്തെ ഒരുപാട് വലിയ സാമൂഹ്യ പ്രവർത്തകരും ഈ പാലത്തിൻ്റെ ഇവിടെ വെള്ളം കെട്ടി നിന്നപ്പോഴും ചെളി നിന്ന് ഇവിടെ ഞങ്ങൾക്ക് വെള്ളപ്പൊക്ക ദുരിതം ഉണ്ടാക്കിയ സമയത്ത് ഞങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരു ടീമാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് വിശ്വാസം ഉണ്ടായിരുന്നു ഇവരല്ല ഇത് കഴിയുമെന്ന്. എന്നാ പറയാ, മോൻ്റെ കയ്യിൽ നിന്ന് പറ്റിയതാ. അപ്പോൾ ശരിക്കും എന്താ പറയുക, അവനാകെ സ്ട്രെസ്ഡായി. അപ്പം ടോണി പെട്ടെന്ന് മനോജേട്ടനോട് പറഞ്ഞു. മനോജേട്ടനാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളെ ഇൻഫോം ചെയ്ത് പെട്ടെന്ന് വന്നു. ശരിക്കും ഇവർക്കൊക്കെ ഭയങ്കര സ്ട്രോങ് വിശ്വാസമാണ്. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ അത്ര ഫെമിലിയർ അല്ലായിരുന്നു. പക്ഷെ ഒത്തിരി താങ്ക്സ്. എപ്പോഴും വിളിക്കാവുന്ന അഷ്റഫുക്ക, ഇവരെല്ലാവരും തന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നവരാണ്. ഓക്കെ, താങ്ക് യു. സംഭവിച്ച ഒരു ഇൻസിഡൻ്റാണ്. എൻ്റെ കൊച്ചുമകൻ കളിച്ച സമയത്ത് അവനെടുത്ത് എറിഞ്ഞതാണ്. ആ സമയത്ത് പെട്ടെന്ന് എല്ലാവരും വളരെയേറെ സ്തംഭിച്ചു പോയി. എന്നെ കാണിച്ചിട്ട് ഞാൻ ഞങ്ങളുടെ മുനിസിപ്പൽ കൗൺസിലർ ടോണിയെ വിളിച്ചു. ടോണി ഉടനെ ഞങ്ങൾക്ക് ഈ പ്രദേശത്തിന് മൊത്തം എല്ലാവിധ ആശ്വാസകരമായ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം വഹിച്ച ശ്രീ മനോജ് പാലക്കാരനെ വിളിച്ചറിയിച്ചു. അദ്ദേഹം അറിയിച്ചതാണ് ഈ ടീം ഇരാറ്റുപേട്ട സംഘത്തെ. ഒരിക്കലും നിങ്ങളെ മറക്കില്ല. ഇതിനു മുമ്പും നിങ്ങൾ ഇഷ്ടംപോലെ സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ മുനിസിപ്പാലിറ്റിയിലുണ്ടാകുന്ന അപകടങ്ങളിൽ നിങ്ങളാണ് തുണ. അതുകൊണ്ട് നിങ്ങളോട് ഈ നാട്ടിലുള്ള നന്ദി അറിയിക്കുന്നു. ടീം എമർജൻസി കേരള നിങ്ങളെ ഒരിക്കലും ഈ നാട് മറക്കില്ല. എന്നും ഞങ്ങളുടെ കുടുംബം ഈ നാട് നിങ്ങളെ നന്ദിപൂർവ്വം സ്മരിക്കും. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ. ഏറെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ഈ തൃക്കൽ കടവിൽ ഒരു 3 പവൻ്റെ മാല നമ്മുടെ ഗോപിച്ചേട്ടൻ്റെ വീട്ടിലെ 3 പവൻ മാല താഴേക്ക് പോയി. അതിൽ പ്രകാരം നമ്മുടെ ടീം എമർജൻസി, ഇതിനു മുമ്പ് നമ്മുടെ ഇവിടെ ഒരു കുട്ടി മരിച്ച സമയത്തും ടീം എമർജൻസി വന്നിരുന്നു. അതിനു മുമ്പ് മുൻകാലങ്ങളിലും പാലായിൽ എല്ലാ വിഷയങ്ങൾക്കും ഇടപെടുന്ന ടീം എമർജൻസി പേട്ടയിലെ അവർ പ്രത്യേകം അവരെ അഭിനന്ദിക്കാതിരിക്കാൻ മേല. അവർ 3 പവൻ്റെ മാല വന്ന് കണ്ടെത്തിയും അതുപോലെ തന്നെ ഗോപിച്ചേട്ടൻ്റെ പ്രശ്നങ്ങൾ അത് പെട്ടെന്ന് ദൂരീകരിച്ചു. അതുപോലെ നാട്ടുകാർക്കും ഇതുപോലെ പ്രവർത്തനങ്ങളിലൊക്കെ ഇറങ്ങുന്ന ഈ എമർജൻസി എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും വേണ്ടപ്പെട്ടവരാണ്. അവരുടെ പ്രവർത്തനം നമുക്ക് ഒരുപാട് പേർക്ക് ഒരു ഉപകാരമാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ടീം എമർജൻസിനെ പോലെയുള്ള അഷ്റഫിക്കാനെ പോലെ ഇവരുടെ ടീമും ഒക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഈ ചങ്ക് കൂട്ടുകാർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. ഇനിയും ഇതുപോലെ നന്മകൾ വരട്ടെ. ഇവർക്കും എല്ലാവിധ പിന്തുണയും ഞങ്ങളുടെ നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ വാക്കുന്നത്. ഓക്കെ, പറയാം.